യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ആരാധിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ഭൗതികമായ ലോകത്തു നിന്നും ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കണം. യഥാർത്ഥമായി അറിയേണ്ട കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ദൈവാനുഗ്രഹം നഷ്ടമാക്കുന്ന ധാരാളം പേരുണ്ട് നമ്മുടെ ചുറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനത്തെപ്പറ്റിയും ആത്മീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന അറിവുകളെപ്പറ്റിയും ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. നമുക്കായി വചന സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ചങ്ങനാശ്ശേരി കുർമനാട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി കുട്ടികളില്ലായിരുന്നു. 2015 മെയ്യിൽ ശനിയാഴ്ച ഇവിടെ വന്ന് എല്ലാ ശനിയാഴ്ചകളിലും ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. 2016 മാർച്ചിൽ ഒരാൺകുഞ്ഞിനെ തന്നെ ഈശോ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. ഈശോയെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷെമാ ഇസ്രായേലിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് 1 കോരിന്തോസ് അതിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. വചനം പറയുന്നു, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, മുൻപ് എഴുതി വച്ചിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. ഓരോ വാക്ക് ശ്രദ്ധിക്കുന്നല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. അത് കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ദൈവം തന്നെ അനുഗ്രഹങ്ങൾ മുഴുവനും ദൈവമക്കൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുക. എന്നിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഈ അനുഗ്രഹങ്ങൾ പങ്കുവെച്ചു കൊടുക്കുകയാണ്. തൻ്റെ സമ്പന്നതയിൽ നിന്നും കർത്താവ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റുന്നത് ആരൊക്കെ അവനെ സ്നേഹിക്കുന്നുവോ അവർക്കാണ് അത് സ്വീകരിക്കാൻ പറ്റുന്നത്. അതെങ്ങനെയുള്ള കാര്യങ്ങളാണ്? വചനം കൂട്ടിച്ചേർക്കുന്നു, കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട് കാണാൻ. ബാഹ്യമായ നയനങ്ങൾ കൊണ്ട് കാണാനും ദർശിക്കാനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് അസ്വസ്ഥതകളുണ്ട്. ചിലതൊക്കെ വായിക്കാൻ, ചിലതൊക്കെ കാണാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പ്രായമാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ ഉണ്ട്.
അപ്പോൾ കണ്ണുകളുടെ ബാഹ്യമായ പരിധിക്കപ്പുറമായ ചില കാര്യങ്ങളാണ് സ്വർഗം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതെന്നർത്ഥം. കാതുകൾക്ക് കേൾക്കാൻ ഒരു പരിധിയുണ്ട്. ചില കൂടുതൽ ശബ്ദം കേൾക്കാൻ കാതുകൾക്ക് അസ്വസ്ഥതയുണ്ട്. അകലങ്ങളിലുള്ള ചില ശബ്ദങ്ങൾ അതിൽ ക്ലാരിറ്റിയിൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യ മനസ്സ് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുക. ചിലതൊക്കെ മനുഷ്യർക്ക് അംഗീകരിക്കാനും മനസ്സുകൊണ്ട് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, കാരിസ് ഭവനിൽ കഴിഞ്ഞ 5-6 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്നും പഠിച്ചൊരു കാര്യമാണ്, കർത്താവ് ധ്യാന ദിവസങ്ങളിൽ ഒത്തിരിയേറെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്ഭുതങ്ങളും കാതുകൊണ്ട് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളും ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുന്നതിനപ്പുറമായ കാര്യങ്ങളും കർത്താവ് തൻ്റെ വചന ശുശ്രൂഷയുടെ സമയത്ത് തൻ്റെ ധ്യാന ദിവസങ്ങളിലൊക്കെ ചെയ്തെന്ന് കാണുമ്പോൾ ചിലർ ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാച്ചോ പറ്റുന്നേ, ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നേ? ഈ ധ്യാനത്തിൽ പങ്കെടുക്കാത്ത ചിലരുടെ അടുത്തൊക്കെ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് ചിലർ ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, അതെങ്ങനെ സംഭവിക്കുന്നത്? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊക്കെ ചുമ്മാ പറയുന്ന, അതൊക്കെ ചുമ്മാ സൈക്കോളജിയാ, അതൊക്കെ ചുമ്മാ ആവേശമാ, ചുമ്മാ ഒച്ചപ്പാടാ. കർത്താവ് തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാ വചനം എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ കഴിവ് കൊണ്ടും അളവ് കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമായ കാര്യങ്ങൾ കർത്താവിന് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. കാരിസ്മൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളുണ്ടാകുക എന്നുള്ളത്. അത് ഓരോ ധ്യാന കേന്ദ്രത്തിനും ഓരോ ഭവനത്തിനും അതിൻ്റേതായ കാരിസം ഉള്ളതുപോലെ ആയിരിക്കണം. ഒരുപക്ഷെ കാരിസ് ഭവനിൽ വന്ന് ധ്യാനം കൂടി കടന്നുപോയ ഒത്തിരി ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടായത് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. 21 വർഷം, 18 വർഷം, 16 വർഷം, 12 വർഷം, 6 വർഷം എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കാരിസ് ഭവനിൽ ശനിയാഴ്ചകളിൽ കൺവെൻഷനിൽ നടന്ന സാക്ഷ്യങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അത്ഭുത സാക്ഷ്യങ്ങളുടെ ഏതാനും ലിസ്റ്റ് നമ്മൾ ഇറക്കാറുണ്ട്. അതിനകത്ത് എങ്ങനെ നോക്കിയാലും എല്ലാ മാസവും കാണാൻ പറ്റും 8 വർഷമായിട്ട് പിള്ളേരില്ലാത്ത കാരിസ് ഭവനിൽ വന്ന് ധ്യാനം കൂടി കൺവെൻഷനെ സംബന്ധിച്ച് അനുഗ്രഹം കിട്ടി. 10 വർഷമായിട്ട് മക്കളുണ്ടായില്ല, ഡോക്ടർ പറഞ്ഞു ഇനി മക്കളുണ്ടാകില്ല. കാരിസ് ഭവനിൽ വന്നു, ധ്യാനത്തിൽ സംബന്ധിച്ചു, പിറ്റേ മാസം തന്നെ പ്രഗ്നൻ്റായി. ഇത് 1 വർഷത്തിനുള്ളിൽ ഇതാ കുഞ്ഞുമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. കണ്ടോ? പലർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, ഗ്രഹിക്കാൻ പറ്റില്ല. ചിലർക്ക് അതെങ്ങനെ സംഭവിക്കുന്നത്? ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒന്നും നടക്കാത്ത കാര്യം കാരിസ് ഭവനിൽ വന്ന് വെറും 3 ദിവസം വചനം കേൾക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധ അമ്മ ചോദിച്ച ചോദ്യം ഒരുപക്ഷെ ആവർത്തിക്കപ്പെടുക, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ. കണ്ടോ? അപ്പോൾ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മീയ ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഒരു മനുഷ്യ മനസ്സുകൊണ്ട് കണ്ണുകൾ കൊണ്ടോ ബാഹ്യമായ കാതുകൾ കൊണ്ടോ ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നതല്ല എന്ന് കരുതി അങ്ങനെ ഒരു ആത്മീയ ലോകമില്ല എന്ന് പറയുന്ന ആത്മവഞ്ചകരായി നമ്മൾ മാറരുത്. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, പിന്നെ ഇതെങ്ങനെയാണ് ഗ്രഹിക്കാൻ പറ്റുന്നത്, പിന്നെ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കണ്ണുകൾ കൊണ്ട് കാണണ്ടിട്ടും കാതുകൾക്കപ്പുറമായത് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുന്നത്? വചനം കൂട്ടിച്ചേർക്കുന്നു, എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടോ? ഇത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ടും നഗ്നമായ കണ്ണുകൾ കൊണ്ടും അവൻ്റെ കാതുകൾ കൊണ്ടും അതിൻ്റെ പരിമിതികൾ കൊണ്ടും അവൻ്റെ മനസ്സിൻ്റെ പരിമിതികൾ കൊണ്ടും മനസ്സിലാക്കാനും കാണാനും കേൾക്കാനും പറ്റാത്ത കാര്യങ്ങൾ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് മുഖേന ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ശരിയല്ലേ? അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, എന്തെല്ലാം കാര്യങ്ങളാണ്, ആത്മീയ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് വിശുദ്ധാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്.
ഇവർക്കൊക്കെ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? മരണത്തെക്കുറിച്ചും മരണാനന്ത ജീവിതത്തെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിലുള്ള പലതിൻ്റെയും പിന്നിൽ ചില ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചവർ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ആത്മാവ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്തിയ ആത്മീയ ലോകത്തിൻ്റെ രഹസ്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഉണ്ടോ? അതുകൊണ്ട് വചനം പറയും, പരിശുദ്ധാത്മാവ് മുഖേന ഇതെല്ലാം സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ ലോകത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ആത്മീയ ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങളും സ്വർഗം പരിശുദ്ധാത്മാവിലൂടെ എനിക്കും നിനക്കും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി അത് ജീവിക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കേട്ടോ, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഈ കൊച്ചു ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന്, ഏതു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആകുലതകളില്ലാതെ അസ്വസ്ഥതകൾ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകണം എങ്ങനെയെന്ന് കർത്താവ് കൃത്യമായിട്ട് ഈ ആത്മാവിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടോ? അതുകൊണ്ട് ചില ആത്മീയ രഹസ്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ധ്യാനവും കൂടി തിരിച്ചു വന്ന് കഴിയുമ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ, ഡെലിവറൻസിൻ്റെ കാര്യങ്ങൾ, വിടുതലിൻ്റെ കാര്യങ്ങൾ, സൗഖ്യത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ചിലർക്ക് മനസ്സിലാവണം നിർബന്ധമില്ലെന്നേ എന്ന് കരുതി നമ്മൾ ഭാരപ്പെടണ്ട. കാരണം ആത്മീയ ലോകത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവൻ ആത്മീയ ലോകത്തേക്ക് കാലെടുത്ത് വെക്കണം. അല്ലാത്തൊരുവിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഉണ്ടോ? എനിക്ക് ഫുട്ബോൾ കളി അറിയണമെങ്കിൽ ഫുട്ബോളിൻ്റെ ലോകവുമായിട്ട് എനിക്കൊരു ബന്ധം വേണം. അതിൻ്റെ റൂൾ ഇങ്ങനെയാണ്, അതിങ്ങനെയാണ്, അതിൻ്റെ നിയമങ്ങൾ ഇതൊക്കെ അറിഞ്ഞാലേ എനിക്ക് ഫുട്ബോൾ കളി കാണുന്നതിൽ ആസ്വാദ്യകരമുള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചുമ്മാ ഗോളെന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കുമ്പോൾ അത് എന്നാന്ന് പോലും എനിക്ക് മനസ്സിലാകണമെന്നില്ല. അതെന്തുകൊണ്ടത് ഗോൾ, അതെന്നതാ? ഉണ്ടോ? അപ്പം ചില ലോകത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ആത്മീയ ലോകത്തിൻ്റെ നിയമങ്ങളില്ല എന്ന് പറയുന്ന ഒരു ആത്മവഞ്ചകരായി നമ്മൾ മാറരുത്. പലപ്പോഴും സംഭവിക്കുന്ന വലിയൊരു ആത്മീയ ലോകത്തിൻ്റെ പ്രശ്നം അതാണ്. അനേകർക്ക് ആത്മീയ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവോ ജ്ഞാനമോ ഇല്ലാത്തത് കൊണ്ട് അതിനപ്പാടെ നിരസിക്കുന്നവരുണ്ട്. കാരണം എന്താ? ഞാൻ കണ്ടിട്ടില്ല. ചില പറയുന്നതിന് ആയിരുന്നല്ലേ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ക്യാൻസർ രോഗ സൗഖ്യം കിട്ടുന്നു, അതൊക്കെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അടയാളങ്ങളൊന്നും കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, എൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ പറയുന്നത്. കണ്ടോ? കറക്റ്റാണ്. അവനത് ഗ്രഹിക്കാൻ പറ്റില്ല, അവനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് സത്യമാണ്, അത് വചനം പറയുന്ന കാര്യമാണ്. കാരണം വചനം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ലൗകിക മനുഷ്യന്, ശ്രദ്ധിക്കണേ, ലൗകിക മനുഷ്യന്, ഈ ലോകത്തിൻ്റേത് മാത്രമായി ജീവിക്കുന്ന മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. കണ്ടോ? ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. അതുകൊണ്ടെന്താ? അവനത് സ്വീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അത് ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. ആത്മീയ കാര്യങ്ങൾ ആത്മീയമായി വിവേചിച്ചറിയേണ്ടതുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ പോലും അവന് പറ്റിയല്ല. അപ്പോൾ ഒരു ആത്മീയ ജ്ഞാനമില്ലാത്തവൻ്റെ മുമ്പിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ട്? പറയാതിരിക്കുന്നതെന്നല്ല. കാരണം അവന് മനസ്സിലാക്കാൻ പറ്റില്ല, അവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൻ ഉൾക്കൊള്ളുന്നതും അവൻ സ്വീകരിക്കുന്നതും അവൻ്റെ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണുന്നത്, അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്, അവൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കുന്നത്, അവൻ്റെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റുന്ന ഇത് മാത്രമേ അവൻ സ്വീകരിക്കുള്ളൂ. അതിനപ്പുറം നിൽക്കുന്നത് സ്വീകരിക്കാൻ പറ്റില്ല. കണ്ടോ? ഇത് പലപ്പോഴും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് വെളിച്ചമില്ല എന്ന് പറയുന്നത് പോലെയാണ് ആത്മീയ ലോകത്ത് താമസിക്കുന്ന ചിലർ. സ്വയം ചിലതിൻ്റെ മുമ്പിൽ കണ്ണടച്ചിട്ട് ആത്മീയ ലോകത്തിൻ്റെ നിയമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കാതെ അതുമായി ചില ബന്ധങ്ങളും ചില അന്വേഷണങ്ങളും മാറ്റിവെച്ചിട്ട് അതെല്ലാം അപ്പാടെ തെറ്റാണെന്ന് പറയുന്ന ചില അവസ്ഥകളുണ്ട്. കണ്ടോ? കണ്ണങ്ങോട്ട് അടച്ചു പിടിച്ചിട്ട് മുഴുവൻ ഇരുട്ടാണെന്ന് പറയുന്ന പ്രതീതിയാണ്. കണ്ണ് തുറക്കാൻ ചിലർ സമ്മതിക്കുന്നില്ല, സ്വയം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്.
കാരണം ആത്മീയ ലോകത്തിൻ്റെ ചില നിയമങ്ങൾ മനസ്സിലാക്കിയാൽ, ആത്മീയ ലോകത്തിൻ്റെ ചില കണക്ക് കൂട്ടലുകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ, ആ കണക്ക് കൂട്ടലുകൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ നിയന്ത്രിക്കേണ്ടി വരുമെന്ന് ഉള്ളിനുള്ളിൽ എവിടെയോ ഒരു ഭയമുള്ളത് കൊണ്ടും, ചിലതൊക്കെ ഇന്ന് ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും ചിലരൊക്കെ ഈ ആത്മീയ നിയമങ്ങളോട് അനാദരവ് കാണിക്കുകയും അതിനെ പരിഹസിക്കുകയും അതിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരുടെയും ജീവിതത്തിൽ, പലരുടെയും വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കാര്യമാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കാതുകൊണ്ട് കേൾക്കുന്നത് മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അതിനപ്പുറമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് 3 ദിവസം കൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്തു എന്ന് പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ ജ്ഞാനമുള്ള വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 ദിവസം കൊണ്ട് ജന്മന അന്ധന് കാഴ്ച ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് 38 വർഷക്കാലമായി തളർന്നു കിടന്നവൻ എഴുന്നേറ്റ് നടന്നെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകാൻ പറ്റണമെന്നില്ല. പക്ഷേ ദൈവിക ജ്ഞാനമുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും. ആത്മീയ ലോകത്തിൻ്റെ നിയമങ്ങൾ അറിയാൻ അത് സാധ്യമാ. നീ നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നത് ആത്മീയ ലോകത്തിൻ്റെ നിയമങ്ങൾ അറിയാവുന്നവന് മനസ്സിലാക്കാൻ പറ്റും, അല്ലാത്തവന് മനസ്സിലാകണമെന്നില്ല. ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വചനം കൊണ്ട് ലോകം മുഴുവനും സൃഷ്ടിച്ചവൻ ലാസറേ പുറത്തു വരിക എന്നുള്ള ഒറ്റ വചനം കൊണ്ട് ചീഞ്ഞളിഞ്ഞ ജീവിതത്തിൽ നിന്നും ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പലർക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷെ ആത്മീയ ലോകത്തിൻ്റെ നിയമങ്ങൾ അറിയാവുന്ന മനസ്സിലാകും. ഉണ്ടോ? ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ ആ വചനം അവിടെ മാംസം ധരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ആത്മീയ ലോകത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ കർത്താവ് കണ്ണുകൾക്കപ്പുറം കാതുകൾക്കപ്പുറം മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിക്കാവുന്നതിനപ്പുറമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ കർത്താവ് ചെയ്യുമെന്നുള്ള ബോധ്യമുള്ളപ്പോൾ ഇതൊക്കെ ഗ്രഹിക്കാൻ എളുപ്പമാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഉണ്ടോ? ചിലർക്ക് വിശുദ്ധരോട് മാധ്യസ്ഥം വഹിക്കുന്ന കാര്യങ്ങൾ, വിശുദ്ധ കുർബാന, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആത്മീയ ലോകത്തിൽ കൃത്യമായ അറിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടെന്താ? ഇതിനൊക്കെ ആവശ്യമുണ്ടോ? ജപമാല ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധരോട് മാധ്യസ്ഥം വഹിക്കണോ? ഉണ്ടോ? പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തെല്ലാം കാര്യങ്ങളാണ്. നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും മനുഷ്യ മനസ്സിനും ഗ്രഹിക്കാവുന്നതിനപ്പുറമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് സമർപ്പണം പറയുമ്പോൾ അവ നമുക്ക് വെളിപ്പെടുത്തി തരും. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും, സൗഖ്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും, വിടുതലുകൾ പരിശുദ്ധാത്മാവിൽ സംഭവിക്കും. കണ്ണ് കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെടുമ്പോൾ സംഭവിക്കും. ക്യാൻസറുകൾ, ട്യൂമറുകൾ, നട്ടെല്ല് വളഞ്ഞു വന്നവർ, ജന്മനാ തളർന്നു പോയവർ, എത്രയോ പേര് കാരിസ്മോൻ്റെ ധ്യാനങ്ങളിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് പോയിരിക്കുന്നു. വർഷങ്ങൾ പാപത്തിലും തഴക്കദോഷത്തിലും മദ്യപാനത്തിലും ദുശ്ശീലങ്ങളിലും അടിമത്തിലും കിടന്ന എത്രയോ പേര് ഇന്ന് അതൊന്നുമില്ലാതെ ജീവിക്കുന്നു. പലർക്കും ഇതെങ്ങനെ സംഭവിച്ചു വെച്ചോ? 3 ദിവസം ധ്യാനം കൂടിയപ്പോൾ എങ്ങനെയാ ഇതുപോലെ ജീവിതം മാറുന്നേ? പരിശുദ്ധാത്മാവ് മുഖേന സ്വർഗം ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം പരിശുദ്ധാത്മാവിന് അടിയറവ് വയ്ക്കാം. എവിടെയൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ഒരു ദൈവാനുഭവം ആഗ്രഹിക്കുന്നു, അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. എനിക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടും കാതുകൊണ്ട് കേട്ടിട്ടും മനുഷ്യ മനസ്സുകൊണ്ട് ഗ്രഹിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ അടിയറ വെച്ചിട്ട് പരിശുദ്ധാത്മാവെ ഇതെനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്, അവിടെ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ട്. അതിനുവേണ്ടി തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവപുത്രാ അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായ കർത്താവിൻ്റെ സ്നേഹത്തിലായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയമാണ്. കണ്ണുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം ഈ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുക. നീ കാണുന്നതിനപ്പുറമായ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മൾ കേൾക്കുന്നതിനപ്പുറമായ കാര്യങ്ങൾ കർത്താവിന് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയതാണ്. നീ മനസ്സുകൊണ്ട് ഇന്ന് വരെ ഗ്രഹിച്ചതിനപ്പുറമായ കാര്യങ്ങൾക്ക് കർത്താവിന് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ ഈശോയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഈശോ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നുണ്ട്. നിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കാതെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈശോയെ നോക്കുക. അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈശോ ആ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞത്, ഇവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ നമ്മുടെ മനസ്സ് ഗ്രഹിക്കുകയോ ഇന്നുവരെ ചെയ്യാത്ത കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. കർത്താവേ, ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ യാതൊരു വിധത്തിലും ചില അനുഗ്രഹങ്ങൾ കാണാൻ പറ്റില്ല, സംഭവിക്കില്ല എന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, ചില ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവ് ഇടപെടില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന വിഷമിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, കർത്താവ് ഇന്നുവരെ മനസ്സുകൊണ്ട് ചിലതൊക്കെ അംഗീകരിക്കാനോ കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാനോ പറ്റാത്ത വിധത്തിൽ കടന്നു പോകുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവെ, ഇന്നുവരെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഇവിടെ കാത് കേട്ടിട്ടില്ലാത്തതും ഇവിടെ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതും വലിയൊരു അത്ഭുതം ഇവിടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തി ഇപ്പോൾ ഇവരിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെ മേഖലകളിൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഒന്നും ചിന്തിക്കേണ്ട. നടക്കോ ഇല്ലയോ, കർത്താവ് പ്രവർത്തിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയും നമ്മുടെ മനസ്സിൽ വേണ്ട. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യ ഈശോ കൂടെയുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ജെറുസലേമിൽ നടന്നു നീങ്ങി അത്ഭുതങ്ങൾ ചെയ്ത അതേ ഈശോയുടെ സാന്നിധ്യം ഈ അൾത്താരയിലുണ്ട്. കർത്താവ് ഇതാ നിന്നിലേക്കും നിൻ്റെ കുടുംബത്തിലേക്കും അതേ ശക്തി വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഒഴുകുന്നു. അത്ഭുതകരമായ വിടുതൽ നിന്നിലേക്ക് ഒഴുകട്ടെ. അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും നിൻ്റെ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ യാചിച്ച് പ്രാർത്ഥിക്കുക. ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിനക്കത് ചെയ്തു തരും. പരിശുദ്ധാത്മാവിൽ നിനക്കത് പൂർത്തിയാക്കാൻ പറ്റും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കരുണയോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വലിയ സ്നേഹത്തോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി പൗരോഹിത്യത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ കൃപയൊഴുക്കണമേ. ഇവിടെ കുടുംബ ജീവിതങ്ങളിലേക്ക് അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക്, ഇവിടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിലേക്ക്, ഇവരുടെ ബിസിനസ് മേഖലകളിലേക്ക്, ഇവിടെ കൃഷിയിടങ്ങളിലേക്ക്, ഇവിടെ ശരീരത്തിൻ്റെ രോഗങ്ങളിലേക്ക്, ഇവിടെ മനസ്സിൻ്റെ ഭാരങ്ങളിലേക്ക്, മനസ്സിൻ്റെ നൊമ്പരങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയൊരു അത്ഭുതം ഇവിടെ കുടുംബത്തിൽ കാണാൻ പരിശുദ്ധാത്മാവെ ഇവരെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യത്തിൽ ചോദിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാനും മനസ്സിലാക്കാനും പറ്റും. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മനസ്സ് മരവിച്ചു പോയ മക്കളെ ഇപ്പോൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയം കഠിനമായി പോയ മക്കളെ ഇപ്പോൾ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ ഇവർ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ, സ്വീകരിക്കാൻ, ആ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവെ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ രണ്ടും കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷത്തിൽ ഹൃദയം കൊണ്ട് ചില കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഇപ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്നെ ഈ നിമിഷം അലട്ടുന്ന, ഭാരപ്പെടുത്തുന്ന പ്രശ്നം എന്തുവാണോ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കൊടുത്തിട്ട് എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് ഇപ്പോൾ വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ നീ അത്ഭുതം കാണാൻ പോവുക. കാരണം നീ യാചിച്ചതും നീ പ്രാർത്ഥിച്ചതും ജീവിക്കുന്ന, അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. ആ ഈശോയ്ക്ക് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റും. ആ വിശ്വാസം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക.
കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇപ്പോൾ തന്നെ നന്ദി പറയുക. എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കിയെന്ന് വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും എല്ലാ പ്രശ്നങ്ങളുള്ള മേഖലയിലേക്കും ഇപ്പോൾ വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ